പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ മുഹൂർത്തത്തിൽ എത്തുന്ന സമയത്താണ് ഇപ്പോൾ കൽപ്പാത്തി രഥോത്സവം രഥസംഗമത്തിലേക്ക് എത്തുന്ന ദിവസമാണിന്ന്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ദിവസം. അപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം കൂടിയായതോടെ സ്ഥാനാർത്ഥികളും നേതാക്കന്മാരും ഒക്കെ വന്നു തുടങ്ങിയതോടുകൂടെ കൂടുതൽ ആളുകൾ കൽപ്പാത്തിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ്. ഇപ്പോൾ ഇന്ന് ഇവിടെ ഈ പഴയ കൽപ്പാത്തിയിലെ ലക്ഷ്മി നാരായണ പെരുമാൾ ക്ഷേത്രത്തിലെ രഥങ്ങൾ ഇന്നാണ് രഥപ്രദക്ഷിണം ഗ്രാമപ്രദക്ഷിണം തുടങ്ങുന്നത്. അതിൻ്റെ കാഴ്ചയാണ്. 2 രഥങ്ങൾ ഇന്ന് അല്പസമയത്തിന് തന്നെ ഉള്ളും അതിൻ്റെ കാഴ്ചയാണുള്ളത്. ധാരാളം ആളുകൾ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ചേട്ടാ എവിടെ നിന്നാണ് വന്നേ? നിലമ്പൂര്. ആദ്യമായിട്ടാണോ? ആദ്യമായിട്ടാണ്. അപ്പോൾ കൽപ്പാത്തി ദിവസം കണ്ടോ രഥം വലിക്കുന്നത്? ഇന്നലെ വന്നിട്ടുണ്ട്. ഇന്നലെ ഫുള്ളായി കണ്ടു. മഴ പെയ്തപ്പോൾ പിന്നെ പോയി. ഇന്ന് രാവിലെ വന്നു. ഇന്ന് ഈ രഥങ്ങളെ സംഗമം കൂടി കണ്ടിട്ടേ പോവുള്ളൂ. തിരക്കുണ്ടെങ്കിലൊക്കെ കാണും. എത്ര തിരക്കുണ്ടെങ്കിലും കാണും. എങ്ങനെയുണ്ട്? കണ്ടു. എങ്ങനെയുണ്ട്? നിങ്ങൾ ഇലക്ഷൻ സമയത്ത് കൂടുതൽ നിൽക്കുന്നുണ്ടോ ഇവിടെ? തീർച്ചയായും ഞാനിപ്പോൾ 2ാമത്തെ തവണയാണ് ഇവിടെ ഈ വന്നത്. ഇതുവരെ വന്നിട്ടില്ല. പക്ഷേ പാലക്കാടിൻ്റെ ഒരു സാംസ്കാരികവും അത് വിശ്വാസത്തിൻ്റെ ഒക്കെ ഒരു പാരമ്പര്യമുള്ള സ്ഥലമാണ്. ഒരു ക്ഷേത്ര നഗരിയാണ്. തീർച്ചയായും വ്യത്യസ്തമായ, നമ്മളൊക്കെ മലബാറാണ്, നമ്മുടെയൊക്കെ തെയ്യത്തിൻ്റെയും നാട്ടിനകത്ത് വ്യത്യസ്തമായ ഒരു അനുഭവം. രഥോത്സവം എന്ന് പറയുന്നത് പങ്കെടുക്കാൻ സാധിച്ച് വളരെ സന്തോഷമുണ്ട്. തീർച്ചയായും പിന്നെ വളരെ നല്ല ഒരു വൈബായി പാലക്കാടിൻ്റെ ഈ കൽപ്പാത്തി തേരോത്സവം മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ റജിൽ മാക്കുറ്റി വന്നു. നേരത്തെ ചാണ്ടി ഉമ്മനും അതുപോലെ തന്നെ സ്ഥാനാർത്ഥികളും കൃഷ്ണകുമാറും അതുപോലെ സരിനും എല്ലാം തന്നെ വന്നു. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശ്രീകണ്ഠനുണ്ട്. അങ്ങനെ രാഷ്ട്രീയ നേതാക്കളും ധാരാളമായിട്ടുണ്ട്. എല്ലാവരും ഒരുപാട് പേര് വരുന്നുണ്ട്. എവിടെ നിന്നാണ്? ഞങ്ങൾ പത്തനംതിട്ട. എങ്ങനെയുണ്ട് ഉത്സവം? ആദ്യമായിട്ടാണ് ഉത്സവത്തിന് വരാൻ സാധിച്ചത്. അത് വരാൻ സാധിച്ചത് തന്നെ ഇവിടുത്തെ ഇലക്ഷൻ ഉള്ളായിരുന്നുകൊണ്ടാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയാണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇവിടെ കൽപ്പാത്തി ഉത്സവത്തിലും പങ്കെടുക്കാൻ സാധിച്ചു. ചെറുപ്പം മുതലേ ആഗ്രഹിക്കുന്നതാണ് കൽപ്പാത്തി ഉത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ഉപതെരഞ്ഞെടുപ്പാണ്. എവിടെ നിന്നാണ്? പാലക്കാട് എവിടെ? യാക്കര. മുൻപും വരാവുന്ന എല്ലാ വർഷവും വരാറുണ്ട് കുടുംബസമയം. തിരക്ക് കൂടുതൽ തോന്നിയോ? കൂടുതൽ ഇപ്പോൾ ഇലക്ഷനല്ലേ. എല്ലാ സംസ്ഥാനത്തെ എല്ലാ ജില്ലയിലും ആൾക്കാർ ഇവിടെ തന്നെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ കുറച്ച് കൂടുതലായി തോന്നുന്നു. അപ്പോൾ എന്തായാലും വൈകുന്നേരം ആകുമ്പോഴേക്കും വലിയ തിരക്കായിരിക്കും. കൽപ്പാത്തി വീതിയിലൂടെ നടക്കാൻ പറ്റാത്ത അത്രയും വലിയൊരു തിരക്കും. ധാരാളം കച്ചവടക്കാർ ഉണ്ട്. അതുപോലെ സ്ഥിരം വരുന്നത് സാധാരണ നമ്മൾ ഫില്ലറിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കച്ചവടം എന്ന് പറഞ്ഞാൽ കൽപ്പാത്തി രഥോത്സവത്തിന് മുമ്പേ തുടങ്ങി കൽപ്പാത്തി രഥോത്സവത്തിന് ശേഷം 1 മാസം കൂടെ ഈ കച്ചവടക്കാർ ഇവിടെ ഉണ്ടാകും. അപ്പോൾ പണ്ട് കാലത്തൊക്കെ പറഞ്ഞിരുന്നത് കൽപ്പാത്തി തേരിന് പോയാൽ ഉപ്പ് മുതൽ കർപ്പൂരം വരെ വാങ്ങി വരാമെന്നാണ്. അപ്പോൾ ഈ തേര് കഴിഞ്ഞാലും ഇവിടെ ഈ കച്ചവടക്കാർ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ധാരാളം ആളുകൾ ഈ സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ടും ഈ ഭാഗത്തേക്ക് വരുന്നുണ്ടാകും. വൈകുന്നേരം 6 മണിയോടെയാണ് ദേവരഥ സംഗമം നടക്കുക. വിജേഷ് പുതുവാശ്ശേരിക്കൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്.